Good morning, all. Morning, ma'am. Good morning, ma'am. Good morning, Good ma'am. morning, ma'am. Good morning, ma'am. Good morning, ma'am. കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ് എടുത്തപ്പോഴ് നമുക്കൊരു ടേബിൾ മിസ്സിംഗ് ആയിരുന്നു അല്ലേ? കിട്ടിയോ ബാക്കി എല്ലാവർക്കും? ഇല്ല മാം. ഇല്ല. ഓക്കെ, മിസ് ഇന്ന് എടുത്തിട്ടിട്ടുണ്ട്. മറക്കാൻ പറ്റുമോ? അത് ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അത് ആ ടൈം പീരീഡ് ഇല്ലേ, ഓരോന്നിനും വേണ്ടി വരുന്ന ആ ടൈം ഡ്യൂറേഷൻ എത്ര മന്ത് വേണ്ടി വരുന്നുണ്ട്, ആ ഒരു ടൈം ഡ്യൂറേഷൻ ആണ് ഇതിൽ പറയുന്നത്. എക്സാമിന് ചോദിക്കാം, മനസ്സിലാക്കി വെച്ചാൽ മതി. ഓ, എക്സാമിന് ചോദിക്കോ? ഇല്ല, എക്സാമിന് ചോദിക്കില്ല. മിസ് നിങ്ങൾ അറിയുന്നത് നല്ലതാണ്, ഓരോന്നിനും വേണ്ടി വരുന്ന ആ ഒരു കാലയളവ്. അപ്പൊ മിസ് ഇതിന്റെ ഈ ഒരു സെക്ഷൻ മാത്രം ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ഇട്ടേക്കാം കേട്ടോ. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചിട്ടാ മതി നിങ്ങളുടെ ബുക്കിലേക്ക്. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ, ചെറിയൊരു ടേബിളല്ലേ? അപ്പൊ മിസ് ക്ലാസ് അത് എടുത്തു തരാം കേട്ടോ. അപ്പൊ ഉള്ളവരൊന്നും ചെയ്യണ്ട, ഇല്ലാത്തവര് ജസ്റ്റ് ഒന്ന് അത് നിങ്ങളുടെ പ്രിന്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബുക്കിലോ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് വരച്ചിടാ ടേബിൾ കേട്ടോ. ഓക്കെ, നമ്പർ പിന്നെ സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ്, ആ പ്രോസസ്സിന്റെ അല്ലെ JCA അക്രഡിറ്റേഷൻ പ്രോസസ്സിലെ പ്രക്രിയയിലെ സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ്? ടൈം പ്രയർ ടു ദി സർവേ, ആ സർവേക്ക് മുമ്പുള്ള സമയം, ആ സർവേക്ക് എത്ര സമയമാണ് ആവശ്യമായിട്ട് വരുന്നത്? നമ്മൾ ഫസ്റ്റ് പറഞ്ഞു JCA സർവേ ആരംഭിക്കുമ്പോൾ അവർ എന്താണ് ചെയ്യുന്നത് എന്ന് ക്ലാസ് എടുത്തപ്പോ പറഞ്ഞല്ലോ. JCA സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്? കോപ്പി എടുക്കുന്നല്ലേ? JCA സ്റ്റാൻഡേർഡുകളുടെ കോപ്പി എടുക്കുന്നു, പ്രിന്റ് എടുത്തിട്ട് ഓക്കെ പ്രിന്റ് എടുക്കുന്നു അല്ലെ? അപ്പൊ ഇതൊക്കെ ഒബ്റ്റെയിൻ JCI മാനുവൽ ആൻഡ് ബിഗിൻ അക്രഡിറ്റേഷൻ പ്രോസസ്. എന്ത് ചെയ്യുന്നുണ്ട്? JCA മാനുവല് അവർ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ്? JCA മാനുവൽ എന്ന് പറഞ്ഞാല് JCA പറയുന്ന സ്റ്റാൻഡേർഡുകൾ ഉണ്ട് അല്ലെ? JCAക്ക് സ്റ്റാൻഡേർഡുകൾ ഉണ്ട്, ഒബ്ജക്റ്റീവ് എലമെന്റ്സുകൾ ഉണ്ട് അല്ലെ? അതിനാവശ്യമായിട്ടുള്ള റിക്വയർമെന്റ്സുകൾ ഉണ്ട് അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? ഒരു JCAന്റെ അക്രഡിറ്റേഷൻ പ്രോസസ് ആരംഭിക്കുന്നതിന് മുമ്പ് ആ ഒരു ഓർഗനൈസേഷൻ അത് മനസ്സിലാക്കണ്ടേ? അവർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം അല്ലെ? എന്തൊക്കെ അവർ ഉൾപ്പെടുത്താനുണ്ട് അല്ലെ? അവരുടെ എന്തൊക്കെ ഡിഫക്റ്റുകൾ ഉണ്ട് അല്ലെ JCAയില്? അപ്പൊ അതിന് വേണ്ടിയിട്ട് JCA മാനുവൽ നോക്കി കാണിട്ട് അവർ അക്രഡിറ്റേഷൻ പ്രോസസ്സിന് വേണ്ടി ആരംഭിക്കുന്നു, പ്രിപ്പയർ ചെയ്യുന്നു അല്ലെ? തയ്യാറാകുന്നു. ക്ലിയർ ആയോ? നമ്മൾ എക്സാമിന്റെ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നേ? ഒരു ടൈം ടേബിൾ ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യാനോ ചെയ്യുന്നത്? തയ്യാറാകുന്നു അല്ലെ? പ്രിപ്പറേഷൻ നടത്താണ്. അതേപോലെ ഒരു ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു JCAയുടെ മാനുവൽ എടുക്കുന്നുണ്ട്, ഒബ്റ്റെയിൻ ചെയ്തിട്ട് അവര് അക്രഡിറ്റേഷൻ പ്രോസസ്സിന് വേണ്ടി, അക്രഡിറ്റേഷൻ പ്രക്രിയക്ക് വേണ്ടി ആ ഒരു ഓർഗനൈസേഷൻ തയ്യാറാകുന്നു. ക്ലിയർ ആയോ? അതിനുവേണ്ടി ഒരു എത്ര സമയം എടുക്കുന്നുണ്ട്? 12 മുതൽ 24 മാസം വരെ ഇവർ അതിനു വേണ്ടി സമയം എടുക്കുന്നുണ്ട് അല്ലെ? നമുക്കറിയാം JCAയിൽ ഒരുപാട് സ്റ്റാൻഡേർഡുകൾ പറയുന്നുണ്ട് അല്ലെ? ഒബ്ജക്റ്റീവ് എലമെന്റ്സുകൾ പറയുന്നുണ്ട് അല്ലെ? 289 സ്റ്റാൻഡേർഡുകളും 1400 കൂടുതൽ ഒബ്ജക്റ്റീവ് എലമെന്റ്സും പറയുന്നുണ്ടോ? അപ്പൊ ഇതൊക്കെ ഒരു ഇതിനൊക്കെ വേണ്ടി ഒരു തയ്യാറാകണം അല്ലെ? അതൊക്കെ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം, പ്രാവർത്തികമാക്കണം. അതിനുവേണ്ടി ഒരു 12 മുതൽ 24 മാസം വരെ ഇവർ സമയം എടുക്കുന്നു. നെക്സ്റ്റ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? സബ്മിറ്റ് അപ്ലിക്കേഷൻ ഫോർ സർവേ ടു JCI ആൻഡ് ഷെഡ്യൂൾ ദ സർവേ ഡേറ്റ് വിത്ത് JCA. അപ്പൊ ആദ്യം അവരെന്താണ്? ഈ JCA മാനുവൽ എടുത്ത് അതിനുവേണ്ട തയ്യാറെടുപ്പുകളൊക്കെ നടത്തി അവർ ഓക്കെ ആയി. അത് കഴിഞ്ഞ് അവരെന്ത് ചെയ്യും? അപ്ലിക്കേഷൻ കൊടുക്കും അല്ലെ? JCA സർവേ നടത്താൻ ഞങ്ങൾ തയ്യാറായി അല്ലേ?
അതിനുവേണ്ട അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നു. കൂടാതെ ആ സർവേയുടെ ഡേറ്റ് അവര് ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്യുന്നു. അതിനുവേണ്ടി ഇവര് 6 മുതൽ 9 മാസം വരെയാണ് ഇവർക്ക് സമയം വേണ്ടി വരുന്നത്. ക്ലിയർ ആയോ? 6 to 9 months. നെക്സ്റ്റ് പറയുന്നത് റിസീവ് ആൻഡ് കംപ്ലീറ്റ് JCA സർവേ കോൺട്രാക്ട് ആൻഡ് ട്രാവൽ ഇൻസ്ട്രക്ഷൻസ് അല്ലെ. എന്താണ്? JCAയുടെ സർവേ കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്യാനും അതിന്റെ ട്രാവൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വേണ്ടിയിട്ട് അവർ എത്ര മാസം വരെ എടുക്കുന്നുണ്ട്? 4 മുതൽ 6 മാസം വരെയാണ് ഇവര് സമയമെടുക്കുന്നത്. എന്താണ്? JCA സർവേ കരാറിലെ കോൺട്രാക്റ്റുകളും അതിന്റെ യാത്രാ നിർദ്ദേശങ്ങൾക്കും വേണ്ടി സ്വീകരിക്കാനും അത് പൂർത്തിയാക്കാനും വേണ്ടി 4 to 6 month കാലയളവ് ദൈർഘ്യം ഒരു എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് JCA സർവേ ടീം ലീഡർ കോണ്ടാക്ട്സ് യുവർ ഓർഗനൈസേഷൻ ടു ഡിറ്റർമിൻ ദ സർവേ അജണ്ട. എന്ത് ചെയ്യുന്നത്? നമ്മൊരു പ്രവർത്തനം നടത്തുമ്പോൾ, നമ്മൊരു പ്രോഗ്രാം ആണെങ്കിൽ നടത്തുമ്പോൾ നമ്മ ഒരു അജണ്ട തയ്യാറാക്കാറുണ്ട് അല്ലെ. അജണ്ട ഇന്ന ടൈമിൽ എന്തായിരിക്കണം അല്ലെ, അത് എത്ര സമയം വരെ നീണ്ടു നിൽക്കണം അല്ലെ, സമ്മാനദാനം എപ്പോഴായിരിക്കണം അല്ലെ, ആശംസ എപ്പോഴായിരിക്കണം. അതേപോലെ ഈ JCA പ്രോസസ്സ് നടത്തണമെങ്കിലും ആ ഒരു പ്രക്രിയ നടത്തണമെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു അജണ്ട ഉണ്ട്, ആ ഒരു ടൈം ഷെഡ്യൂൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു സർവേ ടീം ലീഡർ ഇവരെ കോണ്ടാക്ട് ചെയ്യാണ്. ആ ഓർഗനൈസേഷനെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരുടെ സർവേ അജണ്ട പറയുന്നു. അതിന് സർവേ അജണ്ട അവരെ അറിയിക്കാനായിട്ട് ബന്ധപ്പെടുന്നു. അത് 2 months ബിഫോർ സർവേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു 2 മാസം മുമ്പായിരിക്കും ഈ ഒരു JCA ടീം ലീഡറെ വിളിച്ചുകൊണ്ട് ഇവരെടുത്ത് അവരുടെ അജണ്ട പറയുന്നത്. ക്ലിയർ ആയോ? നമ്മൊരു പ്രോഗ്രാം നടത്തുമ്പോ നമ്മളാണല്ലേ അജണ്ട തീരുമാനിക്കേണ്ടത്. നമ്മളല്ലേ തീരുമാനിക്കുന്നത് നമ്മൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോ. പക്ഷെ ഇവിടെ ആരാണ് അജണ്ട വിളിച്ചു പറയുന്നത്? ആരാ? സർവേ ലീഡർ അല്ലെ. JCAയുടെ ലീഡർ വിളിച്ചിട്ട് എന്താണ്? സർവേ ലീഡറെ വിളിച്ചിട്ട് ഇവരുടെ എന്താണ് അജണ്ട നിർണ്ണയിക്കാനായി വിളിച്ചു പറയുന്നു. അതിന് ഒരു സർവേയുടെ പീരീഡിന് ആ ഒരു ഡേറ്റിന് ഇവര് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും ഇന്ന ഡേറ്റ് അല്ലെ. ആ ഒരു ഡേറ്റിന് 2 മാസം മുമ്പായിരിക്കും ഈ സർവേ ലീഡർ ഇവരെ കോണ്ടാക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ്? സർവേ നടത്താണ് അല്ലെ. JCA അക്രഡിറ്റേഷൻ സർവേ ടേക്ക് പ്ലേസ്. എന്താണ്? JCA അക്രഡിറ്റേഷൻ സർവേ നടത്തുന്നു. എന്നാണ് ആ സർവേ നടത്തുന്നത്? ആ സർവേ ഡേറ്റിന് അവര് ഷെഡ്യൂൾ ചെയ്ത ആ സർവേ ഡേറ്റിന് നമ്മുടെ അക്രഡിറ്റേഷൻ സർവേ നടത്തുന്നു. റിസീവ് അക്രഡിറ്റേഷൻ ഡിസിഷൻ ആൻഡ് ഒഫീഷ്യൽ സർവേ ഫൈൻഡിങ്സ് റിപ്പോർട്ട് വിത്തിൻ 2 months ആഫ്റ്റർ സർവേ. സർവേ കഴിഞ്ഞ് ഒരു 2 മാസത്തിന് ശേഷം ആ അക്രഡിറ്റേഷൻ ബോഡീസ് അല്ലെ, ആ സർവേയറെ വിളിച്ചുകൊണ്ട് എന്താണ് അവരുടെ ഡിസിഷൻ എന്താണ് അല്ലെ, തീരുമാനം എന്താണ്, ഇവർക്ക് അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ പറയുകയും അവർ കണ്ടെത്തിയ റിപ്പോർട്ടുകൾ ആ സർവേയിൽ അവർ കണ്ടെത്തിയ റിപ്പോർട്ടുകളും പറയുന്നു. നെക്സ്റ്റ് അത് 2 മാസത്തിന് ശേഷമാണ് കേട്ടാ. സർവേ കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോ അവര് എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്തിയതെന്ന് അറിയിക്കണ്ടേ? ആ ഒരു ഓർഗനൈസേഷന് അറിയിക്കണം അല്ലെ. നിങ്ങൾക്ക് ആ ഒരു ഹോസ്പിറ്റലിന് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന് അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ അല്ലെ. പിന്നെ എന്താണ്? അക്രഡിറ്റേഷൻ തീരുമാനങ്ങൾ അല്ലെ, ഔദ്യോഗിക സർവേ കണ്ടെത്തൽ റിപ്പോർട്ടുകളും നൽകുന്നു. അത് അക്രഡിറ്റേഷൻ സർവേ കഴിഞ്ഞ് 2 മാസത്തിന് ശേഷമാണ് ഈ റിപ്പോർട്ടുകളും അവരുടെ ഡിസിഷനും പറയുന്നത്. നെക്സ്റ്റ്, ഇഫ് അക്രഡിറ്റേഷൻ ഈസ് അവാർഡഡ്. ഈ ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിച്ചു. അക്രഡിറ്റേഷൻ ലഭിച്ച് സബ്മിറ്റ്സ് റിവൈസ്ഡ് ആപ്ലിക്കേഷൻ ഷെഡ്യൂൾ ട്രൈനിയൽ JCA അക്രഡിറ്റേഷൻ സർവേ. എന്താണ്? ചിലപ്പോ അക്രഡിറ്റേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് അക്രഡിറ്റേഷൻ ലഭിക്കാതിരിക്കാലോ. അവിടെ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവർ അക്രഡിറ്റേഷൻ ലഭിക്കില്ല അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും? റീസർവേക്ക് വേണ്ടി
വീണ്ടും അപ്ലിക്കേഷൻ ഷെഡ്യൂൾ ചെയ്യാണ് ആ ഒരു ജെസിഎക്ക് അവിടെ വീണ്ടും റീസർവേ നടത്തുന്നതിന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ ഷെഡ്യൂൾ ചെയ്യുന്നു. അതിന്റെ കാലദൈർഘ്യം എത്രയാണ്? 6 മുതൽ 9 മാസം വരെ ഈ ഒരു റീസർവേ നീണ്ടു നിൽക്കുന്നു. ക്ലിയർ ആയോ? നെക്സ്റ്റ്, ഇഫ് അക്രഡിറ്റേഷൻ, അപ്പൊ റീസർവേ കഴിഞ്ഞിട്ട് അക്രഡിറ്റേഷൻ ലഭിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് JCI informs about the deficiency to the made up and the requirement to resurvey. എന്താണ്? ആ റീസർവേ നടത്തിങ്ങാണ്ട് അക്രഡിറ്റേഷൻ ബോർഡിൽ നിന്ന് വിളിച്ചു പറയാണ്. ഇതൊക്കെയാണ് വിളിച്ചു പറയുന്നത്. അവര് ആ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടായ പോരായ്മകളെ കുറിച്ചും പുനർ സർവേ നടത്തേണ്ടതിന്റെ ആവശ്യകതകളെ കുറിച്ചും അവരെന്താണ് JCI ഇൻഫോമർ അവിടെ നിന്ന് ഈ ഒരു ഓർഗനൈസേഷനെ വിവരം അറിയിക്കുന്നു. ആഫ്റ്റർ മേക്കിംഗ് അപ്പ് ദ ഡെഫിഷ്യൻസീസ് ഓൺ ഡേറ്റ്സ് ഷെഡ്യൂൾ അവിടെ എന്താണ് പോരായ്മകളൊക്കെ അവർ മാറ്റിയതിനു ശേഷം രണ്ടാമത് സർവേ നടത്തുന്നതിന് വേണ്ടി ഡേറ്റ് ഷെഡ്യൂൾ ചെയ്യുന്നു. അപ്പൊ ഒരു അക്രഡിറ്റേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്? ആ ഒരു അക്രഡിറ്റേഷൻ കിട്ടുന്നത് വരെ ആ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും അല്ലേ? ആദ്യം അവർക്ക് എന്താണ് അക്രഡിറ്റേഷൻ ലഭിച്ചില്ല. അപ്പൊ അവരെന്ത് ചെയ്ത് രണ്ടാമത് റീസർവേക്ക് വേണ്ടിയിട്ട് ഡേറ്റ് ഷെഡ്യൂൾ ചെയ്ത് എന്നിട്ട് അവർ വന്നിട്ട് വീണ്ടും റീസർവേ നടത്താണ്. ആ ഒരു ഓർഗനൈസേഷനിൽ വീണ്ടും റീസർവേ നടത്തി എന്നിട്ട് അക്രഡിറ്റേഷൻ ലഭിച്ച്. പക്ഷെ അക്രഡിറ്റേഷൻ ലഭിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? അവരെ വീണ്ടും വിളിച്ചു പറയില്ലേ? JCI ബോർഡിൽ നിന്ന് JCI സർവേ ടീം വിളിച്ചിട്ട് പറയും അവിടുത്തെ പോരായ്മകൾ, ആ ഒരു ഓർഗനൈസേഷന്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്നും പുനഃസർവേക്ക് വേണ്ടി ഉള്ള പുനഃസർവേയുടെ ആവശ്യകത അല്ലെ, നമുക്ക് വീണ്ടും ഒരു റീസർവേ നടത്തണം. ആ ഒരു റീസർവേയുടെ ആവശ്യകതയെ കുറിച്ചും JCI ഇൻഫോം ചെയ്യുന്നു. അപ്പൊ ഈ ഓർഗനൈസേഷൻ എന്ത് ചെയ്യും? പോരായ്മകൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ JCI പോരായ്മകളുണ്ട്, ഡെഫിഷ്യൻസി ഉണ്ട് എന്ന് കണ്ടെത്തിയാല് അവർ ഈ പോരായ്മകളെ നികത്താൻ നോക്കൂ അല്ലെ. അപ്പൊ ഈ ഒരു ഡെഫിഷ്യൻസി നികത്തിയിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അവര് അക്രഡിറ്റേഷന് വേണ്ടി വീണ്ടും ഡേറ്റ് ഷെഡ്യൂൾ ചെയ്യുന്നു. ക്ലിയർ ആയോ? ഫസ്റ്റ് എന്താണ്? JCI മാനുവൽ വെച്ചിട്ട് ആ ഒരു ഓർഗനൈസേഷൻ അക്രഡിറ്റേഷൻ പ്രോസസ്സിന് വേണ്ടി തയ്യാറാക്കുന്നു. അത് 12 മുതൽ 24 മാസം വരെ. ഇനി എന്താണ്? ഒരു അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് ഇവര് ഡേറ്റ് അല്ലെ അപ്ലിക്കേഷൻ സബ്മിറ്റ് കൊടുക്കുകയും അതിന് വേണ്ട ഡേറ്റ് ഷെഡ്യൂളുകൾ ചെയ്യുകയും ചെയ്യുന്നു. അത് 6 to 9 months, 6 മുതൽ 9 മാസം വരെ വരുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? അവര് നമ്മുടെ ആപ്ലിക്കേഷൻ സ്വീകരിച്ചതിന് ശേഷം എന്താണ്? JCI കോൺട്രാക്റ്റുകളും അവരുടെ ട്രാവൽ ഇൻസ്ട്രക്ഷൻസ് ക്ലാസ് എടുത്തപ്പോ പറഞ്ഞു. അവരുടെ ട്രാവൽ കോസ്റ്റും അവരുടെ ഹോട്ടൽ ചാർജ് ഒക്കെ ആരാണ് വഹിക്കേണ്ടത്? ആ ഒരു ഓർഗനൈസേഷൻ വഹിക്കണം അല്ലേ? അപ്പൊ JCI സർവേ കരാറും യാത്രാ നിർദ്ദേശങ്ങളെ കുറിച്ചും അവരെന്ത് ചെയ്യുന്നുണ്ട്? വിളിച്ച് വിവരം പറയുന്നു അല്ലെ? ഇവരെ വിളിച്ച് വിവരം പറയുന്നു. അത് 4 to 6 months. പിന്നെ എന്താണ്? JCI കോൺട്രാക്ടറുടെ JCI സർവേ ടീം ലീഡർ വിളിച്ചിട്ട് ഇവരെന്താണ്? അജണ്ട അല്ലെ, അജണ്ട നിർണ്ണയിക്കാൻ JCI സർവേ ലീഡർ വിളിച്ച് ഇവരെ ഇൻഫോം ചെയ്യുന്നു. അത് ആ സർവേ ഡേറ്റിന് 2 മാസം മുമ്പാണ് ആ സർവേ ലീഡർ വിളിച്ചിട്ട് ഇവരോട് അജണ്ട നിർണ്ണയിക്കാൻ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് JCI അക്രഡിറ്റേഷൻ സർവേ ടേക്സ് പ്ലേസ് അല്ലെ. ആ ഒരു കറക്റ്റ് ഡേറ്റിന് JCI അക്രഡിറ്റേഷൻ സർവേ നടത്തുന്നു. എന്നിട്ട് അക്രഡിറ്റേഷൻ സർവേ നടത്തി കഴിഞ്ഞിട്ട് അവരവരുടെ ഡിസിഷൻ പറയാനല്ലേ, അവരവരുടെ തീരുമാനങ്ങൾ അക്രഡിറ്റേഷൻ JCI ബോർഡ് അവരെ തീരുമാനങ്ങൾ ഈ ഓർഗനൈസേഷൻ അറിയിക്കുകയും അവർ റിപ്പോർട്ട് സബ്മിറ്റ്, അവർ കണ്ടെത്തിയ കാര്യങ്ങളെ കുറിച്ച് റിപ്പോർട്ട് തരില്ലേ ഓർഗനൈസേഷന്. അവർ ഇവാലുവേറ്റ് ചെയ്തിട്ടല്ലേ ആ ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയതിന് ശേഷം എന്താണ് ഈ ഒരു ഓർഗനൈസേഷന് റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് അക്രഡിറ്റേഷൻ ലഭിച്ചു. അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും അപ്ലിക്കേഷൻ കൊടുക്കുകയാണ് അല്ലെ. റീസർവേ നടത്തുന്നതിന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ ഷെഡ്യൂൾ ചെയ്യുന്നു. അത് 6 മുതൽ 9 മാസം വരെ ഈ റീസർവേക്ക് വേണ്ടി സമയം വേണ്ടി വരുന്നുണ്ട്. നെക്സ്റ്റ്, ഇഫ് അക്രഡിറ്റേഷൻ ഈസ് അവാർഡഡ്, എന്താണ്? റീസർവേ നടത്തി അതിൽ അക്രഡിറ്റേഷൻ ലഭിച്ചു. 8ാമത്തേത് പറയുന്നത് അവർക്ക് അക്രഡിറ്റേഷൻ ലഭിച്ചില്ല.
ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, JCI നിന്ന് വിളിച്ചിട്ട് അവരെ ഇൻഫോം ചെയ്യാണ് അവരുടെ പോരായ്മകൾ അല്ലെ എന്താണെന്നും ഈ സർവേയുടെ ആവശ്യകതകളെ കുറിച്ചും അവരെ വിളിച്ച് വിവരം പറയുന്നു. ആ സമയത്ത് ഓർഗനൈസേഷന് അവർക്ക് വന്ന പോരായ്മകൾ നികത്തുകയും രണ്ടാമത് ഡേറ്റ് ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്യുന്നു. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഓർഗനൈസേഷനോടാണ് കേട്ടോ അജണ്ട നിർണ്ണയിക്കാൻ പറയുന്നത്. മിസ് നേരത്തെ പറഞ്ഞപ്പോ തെറ്റിപ്പോയി തോന്നുന്നുണ്ട്. ഓർഗനൈസേഷനോട് അജണ്ട നിർണ്ണയിക്കാൻ എന്തൊക്കെ സമയത്ത് ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് അജണ്ട നിർണ്ണയിക്കാനായിട്ട് JCIയുടെ ടീം ലീഡറെ വിളിച്ച് ഓർഗനൈസേഷനെ അറിയിക്കുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് മിസ് എടുത്തതാണ് അല്ലെ. നെക്സ്റ്റ് മിസ് എടുക്കാനുള്ളത് ഈ കമ്പാരിസൺ അല്ലേ. മറ്റേത് എടുത്തു എന്നാ മിസ്സിങ് ആയിരുന്നാണ് മിസ് എടുക്കാണ്ടിരുന്നത്. ഒരുപാട് പേരുന്നുണ്ട് അല്ലെ ക്ലാസ്സിൽ. കഴിഞ്ഞ ദിവസമൊക്കെ 18 പേരുണ്ടായുള്ളൂ. ഇനി എക്സാം ഒക്കെ കഴിഞ്ഞു എല്ലാവരുടെയും. ഇല്ല, 8th എക്സാം പബ്ലിക് മെയിൻ എക്സാം കഴിഞ്ഞിട്ടില്ല അല്ലെ. 8th അപ്പൊ നിങ്ങൾ ക്ലാസ് ഒക്കെ കാണാൻ ശ്രമിക്കുക കേട്ടോ. റെക്കോർഡഡ് ക്ലാസ് കാണാം. എന്നിട്ട് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. മിസ്സൊക്കെ ക്ലാസ്സിൽ കയറുമ്പോ പറയാം. 13-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് കമ്പാരിസൺ നോക്കാലോ. കമ്പാരിസൺ നിങ്ങൾക്ക് തന്നെ പറയാം. ഞാൻ എടുത്തത് തീർന്നില്ലേ? രമ്യ ടീച്ചർ ഞാൻ എടുത്ത് തീർന്നു അല്ലെ. അപ്പൊ ഇനി നമുക്ക് കമ്പാരിസൺ നോക്കാലോ. കമ്പാരിസൺ ഓഫ് NAB വിത്ത് JCI. NABും JCI തമ്മിലുള്ള കമ്പാരിസൺ അല്ലെ, താരതമ്യം. NAB ഈസ് ആരാണ് NAB ആരാണ് കൊണ്ടുവന്നത്? ആരാണ്ടതാണ് NAB വരുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരാണ്? QCI അല്ലേ. അപ്പൊ JCI കൊണ്ടുവന്നത് അമേരിക്കൻ ബോർഡായ JCAHO. എന്താണ് JCAHO എന്ന് പറഞ്ഞാല് ജോയിന്റ് കമ്മീഷൻ എഴുതിക്കോട്ടെ. ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ. അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബോർഡായ JCAHO ആണ് കൊണ്ടുവന്നത്. JCAHO എന്ന് പറഞ്ഞാല് ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. NAB നമുക്ക് എങ്ങനെയാണ് നാഷണൽ ലെവലിലാണ് അല്ലെ അക്രഡിറ്റേഷൻ ലഭിക്കി തരുന്നത്. ഇന്ത്യയില് നാഷണൽ ലെവലിലല്ലേ NAB അക്രഡിറ്റേഷൻ നൽകുന്നത്. JCI എങ്ങനെയാണ് ഇന്റർനാഷണൽ ലെവലിൽ അല്ലെ. JCI എങ്ങനെയാണ് ഇന്റർനാഷണൽ ലെവലിൽ അല്ലെ. അപ്പൊ എന്താ NAB ഒരു ഇന്ത്യൻ പ്രൊപ്പഗേറ്റർ ആയിട്ടുള്ള അല്ലെ, ഇന്ത്യൻ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള QCI ആണ് അല്ലെ പ്രചരിപ്പിച്ചത്. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ് NAB പ്രചരിപ്പിച്ചത്. പക്ഷെ JCI അമേരിക്കൻ സ്റ്റാൻഡേർഡ് ആയ JCAHOന്റെ അന്താരാഷ്ട്ര വിഭാഗമാണ്. മറ്റത് നാഷണൽ വിഭാഗം. ഇതെന്താണ് JCI അന്താരാഷ്ട്ര വിഭാഗവുമാണ്. ക്ലിയർ ആയോ? NAB പ്രൊപ്പഗേറ്റ് ചെയ്തത് QCI ആണ്. പക്ഷെ JCI പ്രൊപ്പഗേറ്റ് ചെയ്തത് JCAHO ആണ്. ക്വസ്റ്റ്യൻ വരാട്ടാ. Who is propagated by NAB? Who is propagated by JCAHO? അടയാളപ്പെടുത്താട്ടോ. നെക്സ്റ്റ് നമ്മൾ ഇതിനെ രണ്ടിനെയും സ്റ്റാൻഡേർഡുകൾ പറയുന്നുണ്ട് അല്ലെ. പേഷ്യന്റ് സെന്റേർഡ് പറയുന്നുണ്ട്, ഓർഗനൈസേഷൻ സെന്റേർഡ് അല്ലെ, അല്ലെങ്കിൽ മാനേജ്മെന്റ് സെന്റേർഡ് അല്ലെ. അപ്പൊ ഇതെന്താണ്? both are divided into patients and administrative section of health care. ഇതെന്താണ്? രണ്ടും അല്ലെ. JCIയും NABും എന്താണ്? രോഗികളായും ആരോഗ്യ സംരക്ഷണത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗങ്ങളായും തിരിച്ചിരിക്കുന്നു അല്ലെ. നമ്മ പറഞ്ഞു NABിന്റെ സ്റ്റാൻഡേർഡുകൾ ഏതൊക്കെയാണ്? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്, ഓർഗനൈസേഷൻ സെന്റേർഡ് അല്ലെ.
അതേപോലെ JCI എന്താണ് മറന്നുപോയാ പേഷ്യന്റ് സെന്റേർഡും മാനേജ്മെന്റ് സെന്റേർഡ് അല്ലേ? അപ്പൊ രണ്ടെന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷൻ അല്ലേ? അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷൻ അല്ലേ തിരിച്ചിരിക്കുന്നത്? അപ്പൊ എന്താണ് JCIയും NABും രോഗികളായും ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭരണപര വിഭാഗമായും തിരിച്ചിരിക്കുന്നു. മെജോറിറ്റി സ്റ്റാൻഡേർഡ്സ് ഫോർ ബോത്ത് ആർ സെയിം അല്ലേ? ACC അല്ലേ? സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി അല്ലേ? അപ്പൊ എന്താണ് രണ്ടിന്റെയും സ്റ്റാൻഡേർഡുകൾ ഭൂരിഭാഗം സ്റ്റാൻഡേർഡുകളും ഒന്ന് തന്നെയാണ് അല്ലെ? സെയിം തന്നെയാണ്. In JCI not all elements or object elements are mandatory. നമുക്ക് JCIയില് അവര് പറയുന്ന എല്ലാ ഒബ്ജക്റ്റീവ് എലമെന്റ്സും നിർബന്ധമായും പാലിക്കേണ്ടതില്ല. Not all objective elements are mandatory. JCI പറയുന്ന എല്ലാ ഒബ്ജക്റ്റീവ് എലമെന്റ്സും നിർബന്ധമല്ല. Whereas for NAB they are mandatory. പക്ഷെ എന്താണ് NAB പറയുന്ന എല്ലാ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എങ്ങനെയാണ്? നിർബന്ധമാണ് അല്ലെ? മാൻഡേറ്ററി ആണ്. നിർബന്ധമായും അക്രഡിറ്റേഷൻ ആ ഒരു ഓർഗനൈസേഷൻ പാലിക്കണം. Which makes it tougher to achieve. അതുകൊണ്ട് തന്നെ ഈ NABന്റെ അക്രഡിറ്റേഷൻ ലഭിക്കുക എന്നുള്ളത് കുറച്ച് ടഫാണ് അല്ലേ? അതുകൊണ്ട് തന്നെ which makes it tougher to achieve the NABന്റെ അക്രഡിറ്റേഷൻ ലഭിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ? Next, a comparative study shows that NAB standards are at par with JCI and other international standards accredited by ISQUA. എന്താണ് ഒരു താരതമ്യം? നമ്മുടെ ഒരു കമ്പാരറ്റീവ് സ്റ്റഡി ചെയ്യുമ്പോൾ ഈ NABന്റെ മാനദണ്ഡങ്ങളും JCIയുടെ മാനദണ്ഡങ്ങളും ആര് അംഗീകരിച്ചതാണ്? ISQUന്റെ അല്ലെ? ISQUന്റെ അന്താരാഷ്ട്ര നിലവാരങ്ങൾക്ക് തുല്യമാണ് അല്ലെ? നമ്മുടെ ISQU പറയുന്ന സ്റ്റാൻഡേർഡുകൾക്ക് തുല്യമാണ് NABന്റെ സ്റ്റാൻഡേർഡുകളും JCIയുടെ സ്റ്റാൻഡേർഡുകളും. ക്ലിയർ ആയോ? ഒരു കമ്പാരറ്റീവ് സ്റ്റഡി നമ്മുടെ NABും JCIയും തമ്മിൽ ഒരു താരതമ്യ പഠനം നടത്തിയപ്പോൾ ഈ JCIയും NABും പറയുന്ന സ്റ്റാൻഡേർഡുകൾ ISQUന്റെ അന്താരാഷ്ട്ര സ്റ്റാൻഡേർഡുകൾക്ക് തുല്യമാണ്. നമ്മ പറഞ്ഞു അല്ലെ? JCI എടുത്തപ്പോ പറഞ്ഞു JCIക്ക് ആര് അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു? IEEAന്റെയും IEEAന്റെയും ISQUന്റെയും അല്ലെ? ആണോ? മറന്നോയോ? അതൊക്കെ പറഞ്ഞോ? അപ്പൊ അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ എന്ത് വേണം? JCI ഈ ISQUന്റെ സ്റ്റാൻഡേർഡുകൾ പാലിച്ചത് കൊണ്ടല്ലേ JCIക്ക് അക്രഡിറ്റേഷൻ ലഭിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും? പൊതുവെ ഈ JCIയുടെ സ്റ്റാൻഡേർഡ് എന്തായിരിക്കും? ISQUന് തുല്യമായിരിക്കും അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? ISQU എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർനാഷണൽ. കുറെ പേരുണ്ടായില്ല, അതുകൊണ്ടാണ് കേട്ടോ മിസ് ഒന്നുകൂടെ പറയുന്നത്. ISQU എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ എന്ന് വെച്ചാല് നമ്മുടെ ഈ NABും JCIയും ആർക്കാണ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്? ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുകൾക്ക് അല്ലെ? ആണോ? ഹോസ്പിറ്റലുകൾക്ക്, ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുകൾക്ക്. അപ്പൊ ഇങ്ങനെ അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ബോർഡുകളുണ്ട്. JCI NAB പോലുള്ള ബോർഡുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതാണ് ISQUA. ക്ലിയർ ആയോ? ഇല്ലാത്ത കഴിഞ്ഞ ദിവസം ഒന്നും ഉണ്ടായില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഈ കുട്ടികൾ കുറവായിരുന്നു, അതുകൊണ്ടാണ് മിസ് വീണ്ടും അത് പറഞ്ഞത്. നെക്സ്റ്റ്, the certification of JCI and NAB has three years of accreditation cycle അല്ലെ? ഈ NABന്റെയും നമ്മുടെ JCIന്റെയും അക്രഡിറ്റേഷൻ സൈക്കിൾ എത്ര വരെയാണ്? 3 വർഷം അല്ലെ? 3 years ആണ്. 3 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യും?
അവര് അക്രഡിറ്റേഷന് വേണ്ടി കൊടുക്കും അല്ലെ, റിസർവേക്ക് വേണ്ടി. റിസർവേ 3 വർഷമാണ് ഇതിന്റെ ഇത്, പക്ഷെ അവരെന്താണ് മൂന്നാമത്തെ വർഷം ഒരു അക്രഡിറ്റേഷന് കൊടുക്കും. കൊടുത്തിട്ട് എത്ര ടൈം എടുക്കുന്നുണ്ട് ഈ ഒരു അക്രഡിറ്റേഷൻ പൂർത്തിയാകാനായിട്ട്? എടുത്തല്ലോ 6 മുതൽ 9 മാസം വരെ നിൽക്കുന്നുണ്ട്. ആണോ? 6 മുതൽ 9 മാസം വരെ ഈ റീ അക്രഡിറ്റേഷൻ സർവേക്ക് വേണ്ടി, റീസർവേക്ക് വേണ്ടി ടൈം എടുക്കും. അത് കഴിഞ്ഞ് അത് പ്രാബല്യത്തിൽ വരുമ്പോ എത്ര, 1 വർഷം കഴിയുമല്ലോ. ആണോ? അപ്പൊ അത് ഈ ഒരു അക്രഡിറ്റേഷൻ ഹോസ്പിറ്റലിൽ എത്ര നാൾ വരെ നിലനിർത്തും? 4 വർഷം വരെ. ക്ലിയർ ആയോ? ആ ഒരു വ്യത്യാസം മനസ്സിലായോ? ഹോസ്പിറ്റലില് JCIയുടെ അങ്ങനെയാണ്, 3 വർഷം വരെയാണ്. മൂന്നാമത്തെ വർഷം അവര് റീസർവേക്ക് വേണ്ടി ഡേറ്റ് സബ്മിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ ഒരു റീസർവേ എത്ര നാളെടുക്കും? 6 മുതൽ 9 മാസം വരെ അവര് സർവേക്ക് എടുക്കും. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്നായിരിക്കും? 4ാമത്തെ വർഷമാവോ ഹോസ്പിറ്റലിലെ പ്രാബല്യത്തിൽ വരുമ്പോൾ? ഇല്ല, 3 വർഷം ആവുമ്പോഴാണ് ഇതിൽ അപ്ലൈ ചെയ്യുന്നത്, റീസർവേക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. ഏകദേശം അവർക്ക് കിട്ടി 4 വർഷം വരെ ആ ഒരു സ്റ്റാൻഡേർഡ്, ആ ഒരു അക്രഡിറ്റേഷൻ ആ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കും. ഓക്കെ ആയോ? ഓക്കെ, മിസ് ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്തിട്ട് ഒന്നുകൂടി പറയാട്ടോ. അങ്ങനെയാണ് 3 വർഷം കഴിയുമ്പോഴാണ് അവര് റീസർവേക്ക് വേണ്ടി അപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് JCIയുടെ സർവേയർ വന്നിട്ട് 6 മുതൽ 9 മാസം വരെ അല്ലേ ഈ ഒരു റീസർവേക്ക് വേണ്ടി സമയം എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് പ്രാബല്യത്തിൽ വരുന്നത് 4ാമത്തെ വർഷമായിരിക്കും. അപ്പൊ ആ ഒരു ടൈം പീരീഡ് 4 വർഷം വരെ അവർ അക്രഡിറ്റേഷൻ ഉണ്ടായിരിക്കും ഹോസ്പിറ്റലിൽ കേട്ടോ. സോ ഒന്നുകൂടെ നോക്കിയിട്ട് പറഞ്ഞുതരാം. നെക്സ്റ്റ് JCI standards are with 14 chapters. നിങ്ങൾ പഠിച്ചാണ് അല്ലെ? JCIയില് 14 ചാപ്റ്റേഴ്സും 289 സ്റ്റാൻഡേർഡുകളും 1400 കൂടുതൽ 1400 കൂടുതൽ ഒബ്ജക്റ്റീവ് എലമെന്റ്സുകൾ ഉണ്ട്. നാബിന് എത്ര സ്റ്റാൻഡേർഡുകളാണ്? 10 ചാപ്റ്റേഴ്സും 105 സ്റ്റാൻഡേർഡുകളും 600 കൂടുതൽ 683 ഒബ്ജക്റ്റീവ് എലമെന്റ്സുകളും ഉണ്ട്. ഈ ഒരു ഒബ്ജക്റ്റീവ് എലമെന്റ്സുകൾ സ്റ്റാൻഡേർഡുകളിലൊക്കെ വ്യത്യാസങ്ങൾ വരും അല്ലേ? പിന്നെ ഓരോ വർഷം കൂടി വരല്ലേ അല്ലെ? എന്താണ് നമുക്കറിയാം, ഓരോ കൊല്ലം കഴിയും തോറും നമ്മുടെ ഹെൽത്ത് കെയറില് പുരോഗമനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? മോഡേണൈസേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? ആ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ച് സ്റ്റാൻഡേർഡുകളിലും ഒബ്ജക്റ്റീവ് എലമെന്റ്സുകളും പുതുക്കണ്ടേ, അപ്ഡേഷൻ നടത്തണം അല്ലെ? അതാണ് അതിന്റെ എണ്ണത്തിൽ വ്യത്യാസങ്ങൾ വരുന്നത് കേട്ടോ. അതാണ് 1400 കൂടുതൽ നമ്മുടെ നാബിന് JCIക്ക് 14 ചാപ്റ്റേഴ്സും 289 സ്റ്റാൻഡേർഡുകളും 1400 കൂടുതൽ ഒബ്ജക്റ്റീവ് എലമെന്റ്സുകളുണ്ട്. നാബില് 10 ചാപ്റ്റേഴ്സും 105 സ്റ്റാൻഡേർഡുകളും 600 കൂടുതൽ ഒബ്ജക്റ്റീവ് എലമെന്റ്സുകളും ഉണ്ട്. നെക്സ്റ്റ് JCI എന്നാണ് JCI എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1951 അല്ലേ? മറന്നുപോയോ? 1951. നാബ് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? നാബ് 2006 അല്ലേ? 2006. അപ്പൊ JCI more than 65 years old ആണോ? ഇത് അന്നത്തെ എഡിഷൻ ആണ് കേട്ടോ. അപ്പൊ 65 വർഷമായിട്ടുള്ളോ ഇപ്പോ? 2025 24 വർഷമായില്ലേ? അല്ല 24 വർഷമായിട്ടോ
JCI more than 74 years. JCI തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി? 74 വർഷമായി അല്ലേ? And globally accepted as the gold standard in healthcare for patient safety. എന്താണ് പേഷ്യൻസിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്താണ് ഗോൾഡ് സ്റ്റാൻഡേർഡുകൾ അല്ലേ ആണ് ഇവര് കൊണ്ടുവന്നി അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇവര് നമ്മുടെ ഗ്ലോബലി അല്ലെ അന്താരാഷ്ട്ര തലത്തിൽ അല്ലെ ആഗോള തലത്തില് എന്താണ് നമ്മുടെ പേഷ്യൻസിന്റെ സേഫ്റ്റിക്ക് വേണ്ട ഗോൾഡ് സ്റ്റാൻഡേർഡുകളാണ് ഇവര് അക്സെപ്റ്റ് ചെയ്യുന്നത്, അംഗീകരിക്കുന്നത്. നെക്സ്റ്റ് അപ്പൊ നാബ് വന്നിട്ട് എത്ര വർഷമായി? 19 വർഷം കേട്ടോ. ജസ്റ്റ് ആ ഒരു JCIയുടെ ഇയർ പറഞ്ഞപ്പോ മിസ് പറഞ്ഞതാണ് കേട്ടോ. നാബിന്റെ കമ്പാരിസൺ അല്ലേ. JCI തുടങ്ങിയിട്ട് 74 വർഷമായി. അപ്പൊ ഇവരെന്താണ് ആഗോള തലത്തിൽ അല്ലെ ഗ്ലോബൽ ലെവലില് എന്താണ് ഗ്ലോബൽ ലെവലില് പേഷ്യൻസിന്റെ സുരക്ഷിതം ഉറപ്പുവരുത്തുന്ന ഗോൾഡ് സ്റ്റാൻഡേർഡുകളാണ് JCI നിലനിർത്തുന്നത്. നെക്സ്റ്റ് നാബ് തുടങ്ങിയിട്ട് ഇപ്പൊ 16 വർഷം ആയിട്ടോ. 16 അല്ലേ? സോറി 19 ഇയേഴ്സ് ആയിട്ടോ. നെക്സ്റ്റ് പറയുന്നത് when more patients are satisfied, word of mouth spread and more patients then come to the hospital. എന്താണ് പേഷ്യൻസ് എന്താണ് ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാല് അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ എങ്ങനെയായിരിക്കും? ഒരു ഓർഗനൈസേഷൻ ഒരു ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാല് ക്വാളിറ്റി ഉള്ളതായിരിക്കും അല്ലെ, ഗുഡ് ആയിരിക്കും, നല്ല സർവീസുകളായിരിക്കും അല്ലെ, പേഷ്യൻസിന്റെ സേഫ്റ്റിയും അല്ലെ ഗുണനിലവാരവും ഉറപ്പുവരുത്തിയതായിരിക്കും അല്ലെ. അപ്പൊ പേഷ്യൻസ് എങ്ങനെയായിരിക്കും? അവിടുത്തെ സർവീസുകളിൽ പേഷ്യൻസ് എങ്ങനെയായിരിക്കും? സാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലെ. സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പൊ എന്താണ് അക്രഡിറ്റേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അല്ലെ നാബിന്റെ അല്ലെങ്കിൽ JCIയുടെ അക്രഡിറ്റേഷൻ ഒരു ഹോസ്പിറ്റലിൽ ലഭിച്ചു കഴിഞ്ഞാല് എന്താണ് പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പൊ അവരെന്ത് ചെയ്യും? വേർഡ് ഓഫ് മൗത്ത് സ്പ്രെഡ് അല്ലെ അവരുടെ വായുമൊഴിയിലൂടെ അവരെന്ത് ചെയ്യും? ഹോസ്പിറ്റലിന്റെ പ്രശസ്തി ഗുണനിലവാരം എല്ലാവരും അറിയിക്കില്ലേ, മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യില്ലേ. അപ്പൊ എന്താണ് വേർഡ് ഓഫ് മൗത്ത് സ്പ്രെഡ്? അവരെന്താണ് ആ ഹോസ്പിറ്റലിന്റെ പ്രശസ്തി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. ആൻഡ് മോർ പേഷ്യൻസ് ദെൻ കം ടു ദി ഹോസ്പിറ്റൽ. അപ്പൊ ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് ഒരുപാട് സ്റ്റാഫുകൾ അല്ലെ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. അപ്പൊ നമ്മ തന്നെ പറഞ്ഞു JCIയുടെ അക്രഡിറ്റേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റൽ എങ്ങനെയാണ് മെഡിക്കൽ ടൂറിസം എൻകറേജ് ചെയ്യല്ലേ ഹോസ്പിറ്റലിലേക്ക്. അപ്പൊ അവിടെ എങ്ങനെയാണ് പുറത്തു നിന്ന് ഫോറിൻ കൺട്രീസിൽ നിന്ന് ഒരുപാട് ആളുകൾ വരുമല്ലോ. വരുന്ന ആളുകൾ എന്ത് ചെയ്യും? ഫോറിൻ കൺട്രീസിൽ നിന്ന് വരുന്ന ആളുകൾ എന്ത് ചെയ്യും? അവരവരുടെ ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്യല്ലേ, അവര് രാജ്യത്ത് ചെന്ന് അവരുടെ ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്യും അല്ലെ. അപ്പൊ അതുവഴി എന്താണ് പേഷ്യൻസിന് ഹോസ്പിറ്റലില് ഒരുപാട് പേഷ്യൻസിന് ലഭിക്കുന്നു. ക്ലിയർ ആയോ? പിന്നെ നമ്മ പറഞ്ഞു ഫസ്റ്റ് തന്നെ പറഞ്ഞു JCIയുടെ അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാഫുകൾക്ക് ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നോക്കിയാൽ നെക്സ്റ്റ് അതാ പറയുന്നത് due to adherence of NAB and JCI there comes training of doctors, nurses and all the staff of the hospital which leads the quality process complaints which result in better patient satisfaction. എന്താണ് നാബിന്റെ അല്ലെങ്കിൽ JCIയുടെ സ്റ്റാൻഡേർഡുകൾ പാലിക്കാനായിട്ട് നമ്മൾ ഡോക്ടേഴ്സിന് നഴ്സുമാർക്ക് ഹോസ്പിറ്റലിലെ മറ്റ് സ്റ്റാഫുകൾക്ക് പരിശീലനം കൊടുക്കുന്നു അല്ലെ, ട്രെയിനിങ്ങുകൾ നൽകുന്നു. ഇത് ഗുണനിലവാര പ്രക്രിയ അല്ലെ എന്താണ് ഹോസ്പിറ്റലിലെ ക്വാളിറ്റി പ്രോസസ് അല്ലെ ഗുണനിലവാര പ്രക്രിയ പാലിക്കുന്നതിലേക്ക് നയിക്കുന്നു അല്ലെ. എന്താണ് ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും ക്വാളിറ്റി ഉണ്ടാവുകയാണ് അല്ലെ, ഗുണനിലവാരം ഉണ്ടാകുന്നു. ഒരു സ്ഥലത്തും എറേഴ്സ് സംഭവിക്കാതെ അല്ലെ, തെറ്റുകൾ സംഭവിക്കാതെ അവർക്ക് എന്താണ് ആക്യുറേറ്റ് ആയിട്ട് അല്ലെ കൃത്യതയോടുകൂടി നിർവഹിക്കാനായിട്ട് സാധിക്കുന്നു. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ നൽകുന്നു അല്ലെ. ഇത് ഹോസ്പിറ്റലിന് മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ
തൃപ്തി നൽകുകയും ചെയ്യുന്നു. ക്ലിയർ ആയോ? നാവില്ല. JCAയുടെ സ്റ്റാൻഡേർഡുകൾ പാലിക്കാനായിട്ട് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിന്, നഴ്സുമാർക്ക്, മറ്റ് സ്റ്റാഫുകൾക്ക് പരിശീലനം നൽകുന്നു. ഇതെന്താണ്? ഹോസ്പിറ്റലിന്റെ ഗുണനിലവാര പ്രക്രിയ കറക്റ്റ് രീതിയിൽ പാലിക്കുന്നതിലേക്ക് നയിക്കുന്നു. ഇത് പേഷ്യൻസിന്റെ തൃപ്തിയിലേക്ക് നയിക്കും. പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിക്കാനായി സഹായിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. മിസ് എന്നെടുത്ത ഭാഗം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ബോക്സ് മിസ്, ടേബിള് മിസ് ഇതിലിട്ടരാം കേട്ടോ, ഇതിലിട്ടരാം. താഴേക്ക് ഇതാ സ്ക്രോൾ ചെയ്യാറാവുമെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. മിസ് താഴേക്ക് വഹിക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഇല്ലാത്തവര് മിസ്സിന്റെ സ്ക്രീനിൽ നോക്കി വായിക്കാം. സ്ക്രീനിൽ നോക്കി വായിക്കാം കേട്ടോ. മിസ് സ്ക്രീനിലേക്ക് നോക്കി. ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ മിസ്, നെക്സ്റ്റ് ഇനി നമ്മുടെ നെക്സ്റ്റ് മൊഡ്യൂളിലെ ചാപ്റ്റർ ആണ് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സ് ഒക്കെ ഒരു ഇതായില്ലേ? ഫസ്റ്റ് മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സ് ഒക്കെ. അപ്പൊ ഇനി മിസ് നെക്സ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആണ് എടുക്കുന്നത്. മെറ്റീരിയൽസ് മാനേജ്മെന്റ് നമ്മ ഡിപ്ലോമയിൽ പഠിച്ചു അല്ലെ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ? സിമ്പിൾ ആയിരുന്നില്ല ചാപ്റ്റർ? അപ്പൊ നമുക്ക് ഇനി
സിക്സ്ത് മൊഡ്യൂളില് മെറ്റീരിയൽസ് മാനേജ് ഫസ്റ്റ് ചാപ്റ്റർ ആയ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആണ് കേട്ടോ മിസ് എടുക്കുന്നത്. അതില് ഫസ്റ്റ് നമുക്ക് ഇന്റേണൽ ഓഡിറ്റിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഓഡിറ്റ് എന്താണ്? ഓഡിറ്റ് കേട്ടിട്ടില്ലേ? ഓഡിറ്റ് എന്താണ്? ഓഡിറ്റ് നിങ്ങൾ എന്താ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? കണക്ക് പരിശോധന, ഫിനാൻസ് അല്ലെ, അസസ്മെന്റ്. ഓക്കെ, എന്താണ് നമ്മൾ അസസ് ചെയ്യുന്നത്? എന്താ വിലയിരുത്തുന്നത്? എന്താ അസസ്മെന്റ് നടത്തുന്നത്? എന്താ? ഫിനാൻസ് ഒരു ഹോസ്പിറ്റൽ, ഒരു അല്ല ഒരു ബിസിനസ് സ്ഥാപനം, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഫേം അല്ലെ, അതിനൊക്കെ സംബന്ധിച്ച് ഫിനാൻസ് മാത്രമാണ് അവിടത്തെ ക്വാളിറ്റി ഫിനാൻസ്. ഓക്കെ, ഫിനാൻസ് മാത്രമാണ് അവര് മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെ, അവിടുത്തെ സിസ്റ്റംസ്, അവിടെ പ്രോസസ്, അവിടുത്തെ ഫിനാൻസ് എല്ലാവരും ഓഡിറ്റ് എടുത്തില്ലേ? ആണോ? അപ്പൊ നോക്കിയേ, ഓഡിറ്റ് എന്താണെന്ന് നോക്കിയേ. ഓഡിറ്റ് മിസ് എടുക്കാം. ആ ഓഡിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് ഇന്റേണൽ ഓഡിറ്റ് ഒക്കെ എടുക്കാം കേട്ടോ. ഓഡിറ്റ് ഈസ് എ സിസ്റ്റം. ഒരു ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സിസ്റ്റമാറ്റിക് ആൻഡ് ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ ആണ് കേട്ടോ ഓഫ് ഫിനാൻഷ്യൽ റെക്കോർഡ്. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ അസസ് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ റെക്കോർഡ്, പ്രോസസ് അല്ലെ, അവിടുത്തെ പ്രക്രിയകള്, ഓർ ഓപ്പറേഷൻ ടു വെരിഫൈ ദെയർ ആക്യുറസി. എഴുതിയെടുക്കുന്നുണ്ടോ? ഓഡിറ്റ് എഴുതിയെടുക്കുന്നുണ്ടോ? അന്ന് മിസ് പറയാം, പതുക്കെ പറയാം, എഴുതിയെടുത്തോട്ടാ. ഓഡിറ്റ് ഈസ് എ, എന്നിട്ട് മിസ് പറഞ്ഞുതരാം കേട്ടോ. ഓഡിറ്റ് ഈസ് എ, നമുക്ക് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്, പക്ഷെ ഓഡിറ്റ് എന്താണെന്ന് അറിയണ്ടേ? An audit is a systematic and independent examination of financial records, process or operation ഒന്നുകൂടെ പറയണം. An audit is a systematic and independent examination of financial records, process or operation to their accuracy, compliance എന്ന് പറഞ്ഞാൽ പാലിക്കൽ, ആ ഒരു കംപ്ലൈൻസ് കേട്ടാ. COMPLIANCE, compliance with the standards, and freedom from material misstatement. Providing stakeholders with confidence, in an organization's financial position. Providing stakeholders with confidence in an organization financial position. ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഒരു ബിസിനസ് സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അല്ലെ, അല്ലെങ്കിൽ ഒരു കമ്പനിയെ സംബന്ധിച്ചെടുത്ത് അവിടുത്തെ സാമ്പത്തിക വശങ്ങൾ അല്ലെ, ഫിനാൻഷ്യൽ റെക്കോർഡ്സുകള്, അവിടുത്തെ പ്രക്രിയകള്, അവിടുത്തെ പ്രവർത്തനങ്ങളുടെ കൃത്യത അല്ലെ, ഓപ്പറേഷൻസ് ആക്യുറസി അല്ലെ, പ്രവർത്തനങ്ങളുടെ കൃത്യത, പിന്നെ എന്താണ് അവിടുത്തെ മാനദണ്ഡങ്ങൾ അല്ലെ, സ്റ്റാൻഡേർഡ്സുകള്, റൂൾസ് ഉണ്ടാവും അല്ലെ. ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവർക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലേ, ലോസ് ഉണ്ട് അല്ലെ, നിയമങ്ങളുണ്ട് അല്ലെ, സ്റ്റാൻഡേർഡുകൾ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ പാലിക്കൽ. പിന്നെ എന്താണ് അവരുടെ സ്റ്റേറ്റ്സ്മെന്റില എന്തുണ്ടാവും, തെറ്റിദ്ധാരണകൾ വരാലോ, മിസ്സ്റ്റേറ്റ്മെന്റ് അല്ലെ, അവരുടെ സ്റ്റേറ്റ്സ്മെന്റുകളില് അവരുടെ റെക്കോർഡുകളില് എന്താണ് തെറ്റിദ്ധാരണകൾ വരാം. അപ്പൊ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്നിവ പരിശോധിക്കുന്നതിനുള്ള ഒരു സിസ്റ്റമാറ്റിക്, ഒരു വ്യവസ്ഥാപിതവും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അല്ലെ സ്വതന്ത്രവുമായിട്ടുള്ള ഒരു എക്സാമിനേഷൻ, ഒരു പരിശോധനയാണ് ഓഡിറ്റ്. ഓഡിറ്റ് നമുക്ക് രണ്ട് മിസ് പറഞ്ഞു, ഇന്റേണൽ ഓഡിറ്റ് ഉണ്ട്, എക്സ്റ്റേണൽ ഓഡിറ്റ് ഉണ്ട്. കേട്ടിട്ടുണ്ടോ? ഇന്റേണൽ ഉണ്ട്, എക്സ്റ്റേണൽ ഉണ്ട്. ഇന്റേണൽ എന്ന് പറഞ്ഞാല് ആ ഒരു ഓർഗനൈസേഷന്റെ അകത്ത് നടക്കുന്നതാണ് ഇന്റേണൽ ഓഡിറ്റ്. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാല് ബാഹ്യ ഓഡിറ്റ്. അപ്പൊ ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നത് ആരായിരിക്കും? ആ കമ്പനികൾക്കുള്ളിൽ തന്നെയുള്ള ആളുകൾ, ഓഡിറ്റിംഗ് ടീം അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും ഇന്റേണൽ ഓഡിറ്റ് നടത്താനായിട്ട്. എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് പുറത്തു നിന്നൊരു ഓഡിറ്റിംഗ് ടീമിനെ കൊണ്ടുവന്നിട്ടാണ്, ഓഡിറ്ററെ കൊണ്ടുവന്നിട്ടാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്തുന്നത്. അപ്പൊ ഈ ഓഡിറ്റർ എങ്ങനെയുള്ള ആളായിരിക്കണം? സ്വതന്ത്രമായി ചിന്തിക്കുന്നവരായിരിക്കണം അല്ലെ, ആർക്കും ഫേവർ ചെയ്യാതിരിക്കുന്ന ആളായിരിക്കണം അല്ലെ. എന്തെങ്കിലും തെറ്റുകൾ കണ്ടിട്ടുണ്ട്, എന്തെങ്കിലും എറേഴ്സ് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയണ്ടേ? അല്ലെ ഒരാൾക്കും ഫേവർ ചെയ്യാണ്ട് നിലപാടെടുക്കുന്ന ആളായിരിക്കണം അല്ലെ, ഒരാൾക്കും ഫേവർ ചെയ്യാണ്ട് നിലപാടെടുക്കുന്ന ആളായിരിക്കണ്ടേ? അപ്പൊ അതാണ് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എന്താ? സിസ്റ്റമാറ്റിക് അല്ലെ, വ്യവസ്ഥാപിതവും സ്വതന്ത്രവുമായ പരിശോധനയാണ്. ആരെങ്കിലും അവരുടെ പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യാൻ പാടുണ്ടോ, നിയന്ത്രിക്കാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ എന്താ? ഒരു ഓർഗനൈസേഷന്റെ സാമ്പത്തിക വശങ്ങള്, പ്രക്രിയകള്, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളുടെ കൃത്യത, അവരുടെ മാനദണ്ഡങ്ങൾ പാലിക്കൽ, വസ്തുതപരമായ തെറ്റിദ്ധാരണകളിൽ നിന്നുള്ള അല്ലെ അവരുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ മിസ്സ്റ്റേറ്റ്മെന്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിശോധന എന്നിവയ്ക്കുള്ള വ്യവസ്ഥാപിതവും സ്വതന്ത്രവുമായ ഒരു പരിശോധനയാണ് ഓഡിറ്റ്. ക്ലിയർ ആയോ? അപ്പൊ നമ്മ പറഞ്ഞു ഫിനാൻസ് മാത്രമല്ല നമ്മ പരിശോധിക്കുന്നത് അല്ലെ, സാമ്പത്തിക വശം മാത്രമാണോ പരിശോധിക്കുന്നത്? അവിടുത്തെ പ്രോസസ്സുകൾ അല്ലെ, പ്രക്രിയകൾ പരിശോധിക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ പ്രവർത്തനങ്ങളുടെ കൃത്യത അല്ലെ. ഹോസ്പിറ്റലിൽ അറിയാം പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് അല്ലെ, പല ഓപ്പറേഷൻസും നടക്കുന്നുണ്ട് അല്ലെ. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സർജറി അല്ല, പല ഓപ്പറേഷൻസും നടത്തുന്നുണ്ട് അല്ലെ. പിന്നെ എന്താണ്? ഒരുപാട് സ്റ്റാൻഡേർഡുകൾ ഉണ്ട് അല്ലെ. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റാൻഡേർഡുകൾ ഉണ്ട്, റൂൾസ് ഉണ്ട്, റെഗുലേഷൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡുകൾ പാലിക്കല്, വസ്തുതാപരമായ തെറ്റിദ്ധാരണകളിൽ നിന്നുള്ള പരിശോധന അല്ലെ, എന്നിവയ്ക്കുള്ള വ്യവസ്ഥാപിതവും സ്വതന്ത്രവുമായ ഒരു പരിശോധനയാണ് ഓഡിറ്റ്. ക്ലിയർ ആയോ? ഇത് ഇങ്ങനെ ഒരു ഓഡിറ്റ് നടത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നേ? ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഫേം, ആ ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്ന ആളുകൾക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ടോ? അവർക്ക് അവരെ തെറ്റുകൾ മനസ്സിലാക്കാം അല്ലെ. തെറ്റുകൾ മനസ്സിലാക്കാലോ. എന്തൊക്കെ അപ്ഡേറ്റുകൾ വരുത്തണം അല്ലെ, എന്തൊക്കെ അപ്ഡേറ്റുകൾ വരുത്തണം, എവിടെയൊക്കെ അവർക്ക് ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ട് അല്ലെ, ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ട് അല്ലെ,
അങ്ങനെയൊക്കെ മനസ്സിലാക്കി അവർക്ക് ഇംപ്രൂവ്മെന്റ് നടത്താനായിട്ട് സാധിക്കുന്നു അല്ലെ, ആ ചേഞ്ചസ് വരുത്താൻ സാധിക്കുന്നു അല്ലെ. അപ്പൊ എന്താണ് ഈ ഒരു ഓഡിറ്റ് സ്ഥാപനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ പങ്കാളികൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ആത്മവിശ്വാസം നൽകുന്നു. ക്ലിയർ ആയോ? പിന്നെ ഇന്റേണൽ ഓഡിറ്റ്സും എക്സ്റ്റേണൽ ഓഡിറ്റും. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് internal audits focus on providing an organization process. Internal audit എന്ന് പറയുന്നത് ആ ഒരു ഓർഗനൈസേഷന്റെ പ്രക്രിയകളെയാണ് ഓഡിറ്റ് നടത്തുന്നത്. പക്ഷേ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്? അസസിങ് എ കമ്പനീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അത് വ്യത്യാസമാണ് കേട്ടോ. ഇന്റേണൽ ഓഡിറ്റും എക്സ്റ്റേണൽ ഓഡിറ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇന്റേണൽ ഓഡിറ്റ് എന്തിനെയാണ്? ഓർഗനൈസേഷൻസ്, പ്രോസസ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ്, സിസ്റ്റംസിനൊക്കെയാണ് ഇന്റേണൽ ഓഡിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. പക്ഷെ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ, സാമ്പത്തിക വശങ്ങളെയാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇന്റേണൽ ഓഡിറ്റ് ഒരു ഓർഗനൈസേഷന്റെ പ്രക്രിയകളെ, പ്രവർത്തനങ്ങളെ ഒക്കെയാണ് ഓഡിറ്റ് എടുക്കുന്നത്. പിന്നെ എക്സ്റ്റേണൽ ഓഡിറ്റ് നമുക്ക് വർഷത്തില് ഒരു തവണയാണ് നടത്തുന്നത്. കേട്ടിട്ടില്ലേ? ഇയർ എൻഡിൽ ഓഡിറ്റ് എടുക്കാം, വർഷാവസാനം ഓഡിറ്റ് നടത്താം അല്ലെ. പക്ഷെ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഓഡിറ്റ് ആണ്. ആ മാർച്ചിലൊക്കെ ആവുമ്പോ അല്ലെ. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് ഓൾ മന്ത് നടത്താം, 3 മന്ത് കൂടുമ്പോ നടത്താം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഓഡിറ്റിംഗ്, ഒരു ഇവാലുവേഷൻ ആണ്. വ്യത്യാസങ്ങൾ മനസ്സിലായോ? പിന്നെ എന്താന്ന് വെച്ചാല് കമ്പയർ ചെയ്ത് പറയുമ്പോ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും കേട്ടോ. ഇന്റേണൽ ഓഡിറ്റും എക്സ്റ്റേണൽ ഓഡിറ്റും കമ്പയർ ചെയ്ത് പറയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നത് ആ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ടീമായിരിക്കും. ഓഡിറ്റിംഗ് ടീമോ അല്ലെങ്കിൽ ഒരു ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റോ ആയിരിക്കും ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തുന്നത്. എക്സ്റ്റേണൽ ഓഡിറ്റ് ആരാണ് നടത്തുന്നത്? പുറത്ത് നിന്ന് വരുന്ന ഒരു തേർഡ് പാർട്ടി ഓഡിറ്റർ ആയിരിക്കും, ഇവാലുവേറ്റർ ആയിരിക്കും എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്തുന്നത്. ഓക്കെയായോ? ഓക്കെയാണോ? ഓഡിറ്റ് എന്ന് പറഞ്ഞാല് എന്താണ്? ഓഡിറ്റ് എന്ന് പറഞ്ഞാല് ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളെ, പ്രക്രിയകളെ, അവിടുത്തെ സാമ്പത്തിക രേഖകളെ, പ്രവർത്തനങ്ങളുടെ കൃത്യതയെ, അവർ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നൊക്കെ എന്താണ് വ്യവസ്ഥാപിതവും എന്താണ് സ്വതന്ത്രമായി നടത്തുന്ന ഒരു പരിശോധനയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഓഡിറ്റിങ്ങിലൂടെ അവിടുത്തെ പങ്കാളികൾക്ക് അവരെ ഫിനാൻസ്, സാമ്പത്തിക സ്ഥിതിയിൽ ഒരു കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം നൽകുന്നു. പിന്നെ ഇന്റേണൽ ഓഡിറ്റും എക്സ്റ്റേണൽ ഓഡിറ്റും അല്ലെ. ഇന്റേണൽ ഓഡിറ്റ് ഒരു ഓർഗനൈസേഷന്റെ പ്രോസസ് അല്ലെ, പ്രക്രിയകളെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. പക്ഷേ എക്സ്റ്റേണൽ ഓഡിറ്റ് ഒരു ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ അല്ലെ, സാമ്പത്തിക രേഖകളെയാണ് വിലയിരുത്തുന്നത്. ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നത് ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ഒരു ടീം, ഓഡിറ്റിംഗ് ടീം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ ഡിപ്പാർട്ട്മെന്റ്, ഒരു ഓഡിറ്റിങ്ങിനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നത്. എക്സ്റ്റേണൽ ഓഡിറ്റ് എങ്ങനെയാണ്? പുറത്തു നിന്നുള്ള അല്ലെ, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഓഡിറ്റർ ആയിരിക്കും ഇവാലുവേഷൻ നടത്തുന്നത്. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേഷൻ അസസ് ചെയ്യുന്നതാണ്. പക്ഷെ എക്സ്റ്റേണൽ ഓഡിറ്റ് എങ്ങനെയാണ്? വർഷത്തില് ഒരു തവണയാണ് ഈ ഒരു എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് നടത്തുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ എല്ലാവർക്കും? മിസ് പറഞ്ഞ ചാപ്റ്റർ മിസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഓഡിറ്റിംഗ് എന്താണ്, ഇന്റേണൽ ഓഡിറ്റിംഗ് എന്താണ്, എക്സ്റ്റേണൽ ഓഡിറ്റ് എന്താണെന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ക്ലിയർ ആവുന്നില്ലേ മിസ് എടുക്കുന്നത്? ഓക്കെ അല്ലേ?